കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ രേണു സുധിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. സന്തോഷായി, നല്ല സന്തോഷായി. ഇപ്പൊ രേണു സുധിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇറങ്ങിയിരിക്കുവാണ്. വെറുതെ കുറെ മലയാളം വേസ്റ്റ് ആയി. അത് രേണുവിനെ മനഃപൂർവ്വം നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് പറയണത്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. രേണുവിന്റെ വേഷവിധാനത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രേണു അഭിനയിക്കുന്ന ആൽബത്തെ പറ്റിയിട്ടോ ഒന്നും മോശമായിട്ട് ഞാനൊന്നും വന്ന് എവിടെയും സംസാരിച്ചിട്ടില്ല. രേണുവിന്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുലിനെതിരെ. അതായത് ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, ബാക്കി അവര് നോക്കിക്കോളും. ഇനി വേണ്ട മേഡം, അത് നീ തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഓ നമസ്കാരം. ഇനി കഴിഞ്ഞ ദിവസം രേണുവിന്റെ കൂട്ടുകാരി വന്നിരുന്ന് ഘോരഘോരം സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇത് തീർന്നില്ലേ? രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവൻ വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഫൈൽ ഉൾപ്പെടെ എല്ലാം അവന്റെ കയ്യിൽ കിടപ്പുണ്ട്. ഒരു പെണ്ണ് അവനെ വീഡിയോ കോളിൽ വിളിച്ച് അവനോട് ചാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ്. നിങ്ങളാണ് ആ ഒരു സ്ത്രീയെ ഇപ്പം വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ അപമാനിക്കുന്നത്. ഇവൻ കുറെ രേഖകൾ നിരത്തി അതെല്ലാം സത്യമാണെന്നവർക്ക് ബോധ്യമായതുകൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാനാ ഉള്ള കാര്യമല്ലേ ഇത്? കാര്യം ആ ഒരു ചാറ്റ് ഉള്ളതാണെന്ന് പോലീസുകാർക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവത്തില്ലേ? അവന്റെ ഇതിനൊന്നും ഒരു അറുതില്ലയോ?